മറപ്പുണ്ട് ഇവിടെ അല്ല, കുറുപ്പത്തെ പള്ളിക്കലായിരുന്നു. വില്യംസ് കുറുപ്പത്തെ പള്ളിക്ക്. അവിടെ പള്ളിയിൽ പല കാര്യങ്ങളുണ്ടായിരുന്നു. അവിടുന്ന് പറ്റാതെ അവിടുന്ന് വേറെ ഒരാൾ ഉപദ്രവം കണ്ടിട്ട് അവിടുന്ന് പോകുന്നതാണ്, ഉപദ്രവിച്ച് മൂപ്പരെ. അപ്പോൾ അത് തിരിച്ചു കൊടുത്തു. അങ്ങനെ ആ വരവ് വന്നിട്ട് മെയ്തുരാജന് വീട്ടിൽ വന്നു ഇവിടെ താമസമായി കിടപ്പായി. അങ്ങനെ ഇരിക്കുമ്പോൾ മെയ്തുൻ രാജിക്കും പിന്നെ ആനക്കാരൻ രാഘവനും കൊടിമരം ഉണ്ടാക്കണ വേലായിക്കും മൂന്നാലിലെ വേലായിക്കും എൻ്റെ അച്ഛൻ കണാദിക്കും 4 വരം കൊടുത്തു തങ്ങളിപ്പാവ. അതിൽ ആ 4 വരം കൊടുത്തപ്പോൾ ആ 4 വരം ഇവിടെ സ്വീകരിച്ച് തങ്ങളിവിടെ മറപ്പെട്ടതിന് ശേഷം ആ കൊല്ലം തൊട്ട് എത്ര നാൾ ഇവിടെ ആണ്ടിക്കോള് നടക്കുന്നുണ്ട്, അതായത് ചന്ദനക്കുടം നേർച്ച നടത്തുന്നുണ്ട്, അത്രയും കാലം വരെ എൻ്റെ അച്ഛൻ ദീപം തെളിയിക്കാം എന്ന് വാഗ്ദാനവും ചൊല്ലി. അപ്പോൾ അച്ഛൻ്റെ കാലശേഷം അത് എനിക്ക് തന്നു. എൻ്റെ ജ്യേഷ്ഠനായ കറുപ്പിന് കൊടുത്തില്ല, അത് എനിക്ക് തന്നപ്പോൾ എൻ്റെ കുടുംബത്തിൽ തന്നെ ഞാൻ ആ ദീപം തെളിയിക്കാൻ തുടങ്ങിയിട്ട് 47 വർഷമായി. എനിക്ക് 47 വർഷമായി ഞാൻ ഇപ്പോൾ ഇത് ചെയ്യുന്നത്. ഇത് അച്ഛൻ മരിക്കുമ്പോൾ തന്നതാണ്. ഇതിൽ കുറേ ദൈവകാരണന്മാരും കരുക്കളും പിന്നെ അമ്പയിലക്കന്മാരും പിന്നെ തങ്ങന്മാരും എൻ്റെ ഭർത്താന്തങ്ങളും ഒക്കെ ഉണ്ട്. അവരെ ധ്യാനിച്ചിട്ട് 21 ദിവസം വ്രതം എടുത്തിട്ട് ശബരിമല നോൽമ്പിനായിട്ട് വിഷമത്തിൽ നോൽമ്പെടുത്തിട്ട് ചെയ്യുന്നതാണ്. ഇതിന് ചെയ്യണമെങ്കിൽ 9 തരം സാധനമുണ്ട്. അരിത്തിരി, കോൽത്തിരി, ചന്ദനത്തിരി, നല്ലെണ്ണ, വെളിച്ചെണ്ണ, തേങ്ങാമുറി, വാഴപ്പിണ്ടി, കമ്പി, അങ്ങനെ 9 തരം സാധനം. 9 തരം സാധനം 9 സ്ഥാനത്താണ്. അതായത് ഇസ്ലാം വേദപ്രകാരം പറയണമെങ്കിൽ 9 തരം സാധനം വന്ന് നോക്കിയപ്പോൾ 9,000 കോടി മുറാദുകൾ സലാമത്താവുക ഇസ്ലാം വേദപ്രകാരം. ഹിന്ദു ആചാരപ്രകാരം പറയണമെങ്കിൽ ജാതിഭേദമല്ല, ഹിന്ദു ആചാരപ്രകാരം പറയണം 9,000 കോടി കെട്ടുമുട്ട് മട്ടും പറഞ്ഞ മന്ത്രവാദങ്ങൾ ഒഴിവാവുക. ഈ സാന്നിധ്യം ഇത് വട്ടേക്കാട് ദേശം പൂങ്കാവനാവുക. അതിന് യാതൊരു ദോഷങ്ങളും മനുഷ്യ മക്കൾക്ക് ഉണ്ടാവരുത്. മറ്റുള്ള ജാതിഭേദമല്ലാതെ മനുഷ്യന്മാർക്ക് ആർക്കും ദോഷങ്ങൾ ഉണ്ടാവരുത് എന്നുള്ള നിലക്കാണ് തങ്ങളിപ്പാവ ഇത് ഞങ്ങൾക്കും തന്നു ഞങ്ങൾ ഈ സാധനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇതിന് വ്രതം അനുഷ്ഠിച്ച് വരുമ്പോൾ ഇത് ചെയ്യണം എന്നതിന് 10,000-20,000 രൂപ ചിലവും പറഞ്ഞിട്ട്. ചിലവ് സ്വന്തം കയ്യിൽ നിന്ന് എടുക്കണം. അതിലിടക്ക് കുറേ ഞാൻ ആദ്യം ഒന്നും എടുത്തേർന്നില്ല. കാശ് തന്നു കഴിഞ്ഞാൽ ഇവിടുന്നുള്ള ദക്ഷിണ, അതായത് മറ്റ് തങ്ങളിപ്പാവയുടെ കാര്യങ്ങൾ പറഞ്ഞ് അവരെ കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ തീർത്തു കൊടുത്തു കഴിഞ്ഞാൽ, ഇവരൊക്കെ ശക്തി കൊണ്ട് തീർത്തു കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് തരുന്ന ദക്ഷിണ ഞാൻ ആദ്യം എൻ്റെ തന്ത ആയ ഭർത്താന്തങ്ങൾക്കാണ് കൊടുത്തിരുന്നത്. എൻ്റെ അച്ഛനും ചോദിച്ചാൽ ഞാൻ ഇവർക്ക് ഈ പുകയില കൊടുക്കുന്നുണ്ടല്ലോ വരുന്നവർക്ക്, അതെങ്ങനെയാണ്? അത് തങ്ങളിപ്പാവയുടെ വഴിപാട് മുൻപന്തി നിൽക്കുന്ന വഴിപാട് പുകലയാണ്. തങ്ങളിപ്പാവക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വഴിപാടാണ് പുകലയാണ് മൂപ്പരെ തീറ്റ ഉണ്ടായിരുന്നത്. അതായത് ഭക്ഷണം കഴിക്കാൻ മൂപ്പർക്ക് സന്തോഷകരമായ ഒരു ഭക്ഷണം നിവേദിക്കുക എന്ന് പറയും പുകലയാണ്. പിന്നെ മറ്റുള്ള കാര്യങ്ങളെന്ന് വെച്ചാൽ നമ്മൾ എന്താണ് ബുദ്ധിമുട്ടുന്നത് ആ ബുദ്ധിമുട്ടിൻ്റെ കാര്യങ്ങൾ ഒക്കെ തങ്ങളിപ്പാവ പറഞ്ഞ് മനസ്സിലാക്കി തരാനും നമ്മൾ അവരെ കാത്തിച്ചെന്ന് കുമ്പിട്ടായാലും അതിന് ഐശ്വര്യം പ്രവർത്തിച്ച് ചെയ്തേർന്നാണ്. അത് ഇതിൽ മുന്നേ ഒഫാത്താവണായിട്ട് മുന്നം, അതായത് അറബിൽ പറയുന്നത് നിങ്ങളതിൽ പറയുന്നത് ഒഫാത്താവണായിട്ട് മുന്നം ദുനിയാവിൽ ശക്തികൾ കാണിച്ചുള്ള അതിലൊരാൾ തങ്ങളിപ്പാവ. ഇത് എൻ്റെ കാലശേഷം ആരാണ് ചെയ്യുക, എൻ്റെ തറവാട്ടിൽ ആരാണ് ചെയ്യുക എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. എൻ്റെ എൻ്റെ 2 പെൺകുട്ടി ഒരു ആൺകുട്ടിയുണ്ട്. അതിൽ എൻ്റെ തറവാട്ടിൽ തന്നെയാണ് ഇത് ചെയ്യുക എന്നാണ് എനിക്ക് തോന്നുന്നത്. ആരാണ് ചെയ്യാൻ താല്പര്യപ്പെട്ട് പറഞ്ഞാൽ അവർക്ക് ഞാൻ ഇത് കൊടുക്കും. ഇത് സാധാരണ നടത്തുന്ന വിളക്കല്ല അത് ആയതുകൊണ്ട് ഇതിന് കുറേ കാര്യങ്ങളുണ്ട്. അമ്പലത്തിൽ പോകണം, പുണ്യാഹം മേടിക്കണം. ഇതിൽ ജാതി സ്പെറ്റും മറ്റുള്ള ഒന്നുമില്ല. 2 ജാതിയായിട്ട് വരിക, സ്ത്രീയും പുരുഷനായിട്ട് വരിക. അത് നിങ്ങൾ നിസ്കരിക്കുന്നുണ്ട്, ഞങ്ങൾ അമ്പലത്തിൽ പോയിട്ട് തൊഴുന്നുണ്ട്, പല കാര്യങ്ങളുണ്ട്. ഞങ്ങൾ രാമനാരായണ മന്ത്രം ജപിക്കുന്നുണ്ട്, ഞങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ള സലാത്തില്ല ദിക്റില്ല അതൊക്കെയാണ്. പക്ഷെ അത് നമ്മൾ നമ്മളെങ്ങനെ സ്വീകരിക്കണമോ ഈശ്വരനെ പേടിച്ച് ജീവിക്കാനുള്ള തൻ്റെ ഇടമാണ് എൻ്റെ മനസ്സിലുള്ളത്. അതിൽ അമ്പയിലക്കന്മാർ മുൻപന്തിയിൽ നിന്ന് ഞങ്ങളെ കാര്യങ്ങൾ പിന്നിൽ നിന്ന് ഇടവും വലവും നിന്ന് കാത്തു രക്ഷിച്ച് തരണമെന്ന് പറയണത്. എൻ്റെ ആരോഗ്യമുള്ളിടത്തോളം കാലം എൻ്റെ തന്ത്ര ഈ ദീപം ഞാൻ കെടുത്തില്ല. അതിന് എന്തെന്നെ ചെയ്താലും എന്നെ കൊന്നാലും ശരി ഞാൻ കെടുത്തില്ല എന്നുള്ളൊരു വാശി എൻ്റെ മനസ്സിലുണ്ട്. അതിനുള്ള ഐശ്വര്യം എൻ്റെ തന്ത ചെയ്തു തരണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഞാൻ തന്തോട്